ഹലോ എവ്രി വൺ. ഈ പെട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എവിടെയാണ് പോകണമെന്നാണ് ആലോചിക്കുന്നത്. ഞങ്ങളൊരു ഹോളിഡേക്ക് പോവാട്ടോ. എയർപോർട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നാട്ടിലോട്ടാണെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നാട്ടിലോട്ടല്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ഞങ്ങളുടെ ഫാമിലിനെ വിസിറ്റ് ചെയ്യാനാണ്. ബിബിയുടെ ഫസ്റ്റ് കസിൻ ബ്രദർ അവിടെയാണ് ഉള്ളത്. അപ്പോൾ അവരെ കണ്ട് പിന്നെ ഡാർവിനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ്. ടോട്ടൽ 10 days ആണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. ക്യാൻബറയിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് സിഡ്നിയിലെത്തി. സിഡ്നിയിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത്. രാത്രി 8:25 നമ്മൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് 12:30 നമ്മൾ ഡാർവിനിലെത്തും. എന്നാൽ പിന്നെ ഈ വ്ളോഗിൽ നമുക്ക് സിഡ്നി എയർപോർട്ടും അതുപോലെ ഫ്ലൈറ്റ് യാത്രയും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ, അവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ഒരു കുട്ടി വ്ളോഗ് കാണിക്കാം. ലഗേജ് എല്ലാം ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷോപ്പിലൊക്കെ കയറി അതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയത്. എന്തോ അത്? Rainbow cookie. Wow. Rainbow cookie. എമ്മയാണോ? താങ്ക് യു. ഹോട്ട് ഹണി ചിക്കൻ ബോൾ നല്ലതായിരിക്കും. ഇത് അവക്കോടയാ. ഓ ഇത് കൊള്ളാലോ. ഇതെന്ത് സാധനം? ഇതൊരെണ്ണം എടുത്താലോ? ഇതൊരെണ്ണം ട്രൈ ചെയ്യണം. ഇമ്മ്യൂണിറ്റി ഗ്രീൻ ആണ്. സമ്മ മാംഗോ ഉണ്ട്. ഓക്കെ, എന്നാ എടുത്തു നോക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അവരത് മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ആക്കി തരുമോ? അയ്യോ വിഴി, അത് കയ്പായിരിക്കും കേട്ടോ. സാലഡ് വേണമെങ്കിൽ വാങ്ങ. ഏതാ വേണ്ടേ? എന്താണ് എന്റെ ജ്യൂസ് എടുക്കണത്? ആണോ? ഓഹോ. നമ്മൾ സാലഡ് കൊള്ളാവോ? കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട് ഒരു സാലഡ്? കഴിക്ക്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തരാം. അമ്മ എടുത്തു തരാം. ഇതാണ്
വേണ്ടേ? ഓ പേ ചെയ്യും. പേ ചെയ്യും. Hey guys, good evening. Welcome back. ബാലൻസ് വാങ്ങ. വെയിറ്റ് ചെയ്യ്. ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് ചോദിക്കണ്ടേ? You like marshmallow? Like marshmallow? Okay, wait. ഓ എന്താ പറയണ്ടേ? Thank you. ഓക്കെ താങ്ക് യു ബ്രോ. എന്താ കുട്ടി? അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ജ്യൂസും സ്മൂത്തീസും അതുപോലെ തന്നെ സാലഡ്സും ഒക്കെ കഴിച്ച് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്നു. ഇസുകൂടി ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ചേച്ചിക്കും ചേട്ടനും അവിടെ 2 പിള്ളേരുണ്ട്. ചേച്ചിമാരെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് അവർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയും ചേട്ടനും ക്യാൻബറയ്ക്ക് വന്നപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇസുകൂടിയുടെ പ്രായത്തിൽ തന്നെ ഉള്ള ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആള്. No, the first one. This one? Mine. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള സമയമായിട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഭയങ്കര കാറ്റായിരുന്നു. ഒടുക്കത്തെ കാറ്റും അതുപോലെ തന്നെ തണുപ്പുമായിരുന്നു. തണുക്കുന്നുണ്ടോ? Flight. To help us depart quickly, keep the aisle clear to allow other customers to continue boarding. What's this? കയറുമ്പോഴേക്കും എന്തെങ്കിലും അപകടമൊക്കെ വരുമ്പോൾ നമ്മൾ ഓക്സിജൻസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, സീറ്റ് ബെൽറ്റ്സ് എങ്ങനെയാണ്, നമ്മൾ ജാക്കറ്റ്സ് അതിപ്പോൾ അവർ പറയും. എല്ലാവരും കയറി ഇരുന്ന് കഴിയുമ്പോഴേ അവർ പറഞ്ഞു തരും എന്തൊക്കെയാ. അപ്പോൾ ലിസൺ ചെയ്യണം കേട്ടോ. ക്ലിയർ ആയിട്ട് ലിസൺ ചെയ്യണം. അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇസുകുട്ടിക്ക് മനസ്സിലാക്കും. അത് അടച്ചു വെക്കേ. ആ Wait, those colors are part of the rainbow. Those colors are part of the rainbow. Why is it so happy? ഇട്ട നേരെ ലൂസല്ലോ, ടൈറ്റ് ചെയ്യാം. ഓക്കെ. ഇസുകുട്ടിയുടെ ട്രാവൽ ക്രാഫ്റ്റ് കിറ്റാണ് കേട്ടോ. ട്രാവൽ ആക്ടിവിറ്റി കിറ്റ്. അപ്പോൾ ഇത് പിള്ളേർ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളൂ അല്ലേ ഇസുകുട്ടി? ഇസുകുട്ടി ടൈം പാസ് ആണോ ഇത്? ഓക്കെ. ആണോ? ഫസ്റ്റ് നമ്മൾ ബാഗ് താഴെ വെക്കണം. then നമുക്ക് തിങ്സ് വെക്കാം.
And the blanket's also allowed here. ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണിക്കുക. വെയിറ്റ് ചെയ്യേ. Oopsie. ക്രാഫ്റ്റ് ട്രാവൽ ആക്ടിവിറ്റി മാജിക്കൽ യൂണിക്കോൺസ്. ഇതിൽ നമുക്ക് പെയിന്റിങ്സ് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. കണ്ടോ, നൈസ് വൺ. Can you ബോർഡുണ്ട്. open zero? ആ വെയിറ്റ് ചെയ്യാം, അമ്മ ഓപ്പൺ ചെയ്ത് തരാം. എന്താ Okay. അപ്പയോട് പറയാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യുമോ? ഓപ്പൺഡ്. ഇതൊക്കെ ഇറങ്ങുമ്പോൾ കളയാം. Good evening and welcome aboard Jetstar Flight JQ 672 through to Darwin. My name is ഇവിടെ Debbie, I'll be open. your cabin manager on this evening's flight. Joining me in the cabin is Daniel, Sophia and Maddie. Flight time 4 hours and 25 minutes. We are here to make sure you have a safe and comfortable flight. If there's anything you need, please don't hesitate to ask. ഇതിങ്ങനെ എടുക്ക്, എന്നിട്ട് ഇത് അടയ്ക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെക്കേണ്ടത്. അത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇവിടെ കണ്ടോ, ഈ സാധനം കണ്ടോ, ഇതിൽ വെച്ച് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വേണം ചെയ്ത് ഓരോന്നായിട്ട് എടുത്തിട്ട്. മാജിക്കൽ ആക്ടിവിറ്റി ബുക്കാണ്. Read this one, Nana. ഓക്കെ, അമ്മ തുറന്നു തരണോ? The main cabin door is now closed. ഇതിവിടെ വെക്ക്, ഇങ്ങനെ ഇതിൽ വെക്ക്. കണ്ടോ, ഇതിങ്ങനെ വെക്ക്. എന്നിട്ട് ഇതിലോട്ട് ക്ലിപ്പ് ചെയ്യുക. ഇവിടെ ക്ലിപ്പ് ചെയ്യുക. ക്ലിപ്പ് ചെയ്യുക. Cabin crew after all. ഇതിൽ എന്താ എഴുതിയിരിക്കണെന്ന്? Guess what the fairy is thinking about and draw it in the thinking bubble. Okay. I need pink, Amma. Can you give me pink? Okay. You're a manager, chicken. ആരുടെ പാനായിട്ട് പിസക്കുട്ടിയുടെ? ഓക്കെ, ഇതമ്മ ഇവിടെ വെക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ എടുക്കണേ. വേറെ താഴെ ഒന്നും ഇടരുതേ, വേസ്റ്റ്. Fairy cupcake. ഏ Fairy cupcake. ഓക്കെ. It's important you are familiar with the safety features of this A320 aircraft. Please watch the equipment closest and listen carefully. Cake. ഇതെന്തായാലും നല്ല സാധനം കേട്ടോ. കാരണം പിള്ളേർക്കൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരുന്നോളൂ. ഒരുപാട് മറ്റുള്ളവരെയും ശല്യപ്പെടുത്തില്ല. അവർ ബോറിംഗ് ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ഇതുപോലത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രോയിങ് ബുക്കോ സ്റ്റോറീസ് ബുക്കോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എടുത്തു വെച്ചാൽ നല്ലതാണ്. As we get underway, please make sure your personal electronic devices are in a flight synchronized. ശരിക്കും നമ്മൾ സിഡ്നിയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് രാത്രിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമെങ്കിൽ നമുക്ക് സിറ്റി മൊത്തം നമുക്കിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കേട്ടോ. പക്ഷേ വീഡിയോയിൽ എത്രത്തോളം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ക്യാമറയിൽ ആക്ച്വലി അത്രയും ക്ലിയർ വ്യൂ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു വ്യൂ കാണാനായിട്ടേ. There's even nothing there.
ഡോണറ്റ്സ് ആണ് അല്ലേ ഇസുകുട്ടി? ഇത് നമുക്ക് സംതിങ് സ്പെഷ്യൽ ഉണ്ട്. എന്താ അത്? ബ്ലാങ്കറ്റ് പർപ്പിൾ കണ്ടോ? കാണിച്ചേ നോക്കട്ടെ നോക്കട്ടെ, വലിച്ചെടുത്ത് കണ്ടോ? ഇതൊരു സീക്രട്ട് യൂണിക്കോൺ അല്ലേ? കുട്ടിക്ക് ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാം ഉറങ്ങുമ്പോ, അല്ലെങ്കിൽ കൊള്ളാലോ, അടിപൊളിയല്ലോ. ഇതുകുട്ടി ഫുൾ സെറ്റാലോ അല്ലേ ഇതുകുട്ടി? How many of each icon can you find? Write the numbers in the boxes. How many donuts ഉണ്ടെന്ന് find ചെയ്യോ? There's 3. Count ചെയ്യൂ. 2. അപ്പോൾ എവിടെ എഴുത്? 3 എഴുത്. Now butterflies. How much fluff? 2. നോക്കട്ടെ കറക്റ്റ് ആണോ നമ്മ? 1, 2. കറക്റ്റ് എഴുതിക്കോ. I will do it by myself. 3, 4, 5. Yeah. Yeah. അടുത്ത് ഡയമണ്ട് എത്ര എണ്ണം ഉണ്ട്? അതില്ലാത്തേ ഉള്ളൂ, അവര് ചോദിച്ചേക്കണ അത്രയല്ലേ ഉള്ളൂ. ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പിള്ളേർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എടുക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലൈറ്റ് പോലുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നൊരു ഏരിയയിലൊക്കെ ആണെങ്കിൽ പിള്ളേർ ബോറിങ് ചെയ്യാതെ ഒത്തിരി ബഹളമൊന്നും വെക്കാതെ നമുക്ക് അവരെ ക്വയറ്റായിട്ട് ഇരുത്താൻ പറ്റും. അത് മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. ഇസുകുട്ടിയായിട്ട് ഇപ്പോൾ കാറിൽ ട്രാവൽ ചെയ്താലും ലോങ് ഡ്രൈവൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവളതിൽ എൻഗേജ്ഡ് ആയിരിക്കാനും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ബുക്കോ അതുപോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ടോയ്സോ അങ്ങനെയൊക്കെ എടുത്ത് നമ്മളിതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അമ്മ ഓർത്ത് ഇസുകുട്ടി അത് ചെയ്യുമോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി, എനിക്ക് വെൽ ഡൺ ഇസുകുട്ടി. അങ്ങനെ ഇസുകുട്ടി ഫ്ലൈറ്റിനകത്ത് കുറേ നേരം കളിച്ച് ബുക്കൊക്കെ വെച്ച് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് സ്നാക്കൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ആൾ നല്ല പയ്യെ സ്ലീപ്പിങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് വരെ ആൾ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 12:30 AM ആയപ്പോഴേക്കും നമ്മൾ ഡാർവിനിൽ ലാൻഡ് ചെയ്തു. ഇനി നമ്മൾ ലഗേജൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എടുത്തോളാം, വെയിറ്റ് അത്. ഓൾ ലഗേജസ് കിട്ടിയോ? യെസ്, എടുത്തോളൂ. ചേച്ചിയും ഷാജഹാൻ ചേട്ടനും പുറത്ത് കാറുമായിട്ട് എവിടെയോ കറങ്ങി നിൽപ്പുണ്ട്. നമ്മളിനി അവരെ ഫൈൻഡ് ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ നമ്മൾ ഡാർവിൻ എയർപോർട്ടിൻ്റെ പുറത്തെത്തി കേട്ടോ. ചേട്ടനും ചേച്ചീനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവർ പാർക്ക് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് ഇപ്പോൾ വരും. ഹലോ 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 ഹലോ, ഇതാണ് ഞങ്ങളുടെ ചേച്ചിനെ കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അല്ലേ ഇസുകുട്ടി? നിങ്ങളെവിടെ പാർക്ക് ചെയ്ത്? നിങ്ങളെവിടെ പാർക്ക് ചെയ്താ? അവിടെ. ഓ കാർ. ഓക്കെ ഓക്കെ, കയറാന്ന്. വാ ഇസുകുട്ടി കയറ്. ഹലോ ചേട്ടായി, എന്നാണ്ട്?
ലൈവ് അല്ല ഞാൻ. ഇസുകുട്ടി മാങ്ങുണ്ടോ? ദൈവമേ എന്ത് രസാ. നമുക്ക് ഇറങ്ങി നോക്കാട്ടോ ഇസുകുട്ടി. ഇത് കണ്ടോ മാങ്ങ. ഇത് പറിക്കല്ലേ നോക്കിയാ മതി. ഇത് കണ്ടോ രാവിലെ ഞാൻ കാണിക്കാട്ടോ. അടിപൊളി. Yeah, I think it's yellow. നല്ല രസമുണ്ട്. അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിക്കണ കാണാൻ നല്ല രസമല്ലേ? അടിപൊളി. കൗൺസിലുകാർ ഇതിന്റെ ബ്രാഞ്ച് എല്ലാം കട്ട് ചെയ്തേ. അപ്പൊ ഇതിന് ചുമ്മാ ഒരു മുട്ടമരം പോലെ താഴെ ഒന്നുമില്ല. എന്നിട്ട് മേളില് മാത്രം ഇലകള് നിറച്ച് ഓരോ ഇലയിൽ. ശരിക്കും മാവിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അടിപൊളിയാണ് കാണാൻ. ഇവരുടെ വീട് ഇതാണ് കേട്ടോ. ഈ വീടിന്റെ തൊട്ട് മുന്നിൽ ഈ മാവ് നിൽക്കുമ്പോൾ ഐശ്വര്യമാണോ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ വീടിന്റെ ഒരു ഐശ്വര്യമായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാട്ടോ ഈ മാവ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ രാവിലെ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ എടുത്ത് നിങ്ങളെ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. ഇതൊന്നും അല്ല കേട്ടോ, ഡാർവിനിൽ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്ത് 1 by 1 ആയിട്ട് എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർവിനിലെ ഓരോ വിശേഷങ്ങൾ ഇത് ഇവിടം കൊണ്ട് അങ്ങ് തുടങ്ങുവാണേ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ എൻ്റെ കൂടെ കൂടിക്കോ. ഡാർവിനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം.